നമ്മളെ പയ്യന്നൂരിന്ന് ഈ സ്വർഗം കണക്കത്തെ സ്ഥലത്തേക്ക് വരാൻ ഒരു മന്തി നിന്ന പൈസ പോലും വേണ്ടാട്ടാ. ഹലോ ഗൈസ്, എന്തെല്ലാം ഉണ്ട്? അപ്പൊ ആ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് പ്രിപ്പറേഷനിൽ എടുക്കണ്ടേ. ആ സമയം കൊണ്ട് നിങ്ങനെ ഫോളോ ആക്കാൻ മറക്കല്ലേ. ഈ കാണുന്ന ടയർ ഉണ്ടാ, ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലേ നമുക്ക് മിറർ ആയിട്ട് യൂസ് ചെയ്യാം. ഈ ടയറും കൊണ്ട് ഈ മഴയത്ത് പോയി കഴിഞ്ഞാല് ഏതെങ്കിലും കാനേന്ന് നമ്മളെ വടിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ മാറ്റാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ബ്രോനൊരു കോട്ട് പണിക്കാനാണേ. നമ്മളെ 100 പേരെ കോട്ടല്ലേ, അതിനെല്ലാം ഇപ്പൊ 150-200 എന്താ ഇത് മറ്റേ തന്നെ ഡീവാലുവേഷൻ ഓഫ് കറൻസി. ഇതെല്ലാം നമ്മളിവിടെ ചെയ്യുമ്പോൾ നമ്മളെ ചെങ്ങായി വരാണെങ്കിൽ അപ്പുറത്ത് കാത്തിക്കുന്നുണ്ടായിന്. നമ്മയാണെങ്കിൽ കുറച്ചേ ലേറ്റ് ആയിട്ട് ഒരു 1.5 മണിക്കൂർ അതിനെയാണ് ടൈമിനിപ്പോ അഭിനന്ദിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സാണ് നമുക്ക് ജീവിതത്തിലുണ്ട്. എന്താ പറയുന്നത്? ഇനി നമുക്ക് സമയങ്ങളല്ല, നമ്മൾ നേരെ ആ സ്ഥലത്തേക്ക് പോയി. പയ്യന്നൂരിന് ഏകദേശം 60-62 കിലോമീറ്റർ ഇല്ലൂ കേട്ടോ ഇങ്ങോട്ട്. എടക്കാനം റിവർ വ്യൂ പോയിന്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഗൂഗിൾ മാപ്പിൽ സാധനം വരും. അങ്ങനെ അവിടെ എത്തി. നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കാണുന്നതാണ് വ്യൂ എന്ന്. പക്ഷെ ഈ കാണുന്നതല്ല വ്യൂ, ഇതിന്റെ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോയാൽ ആടെ എത്തുമ്പോൾ എന്തൊരു ബ്യൂട്ടിയാണെന്ന് അറിയാം കാണാൻ. എനക്കാണെങ്കിൽ ഇങ്ങനെയെല്ലാം പറയാൻ തോന്നി. സുഹൃത്തുക്കളെ നോക്കൂ, എത്ര മനോഹരമാണ് ഈ കാഴ്ചകളെല്ലാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായതിനെ, കുറച്ചും കൂടി ആൾക്കാർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി രസം ഉണ്ടാകും കാണാൻ. നമ്മ എന്നിട്ട് കുറച്ച് വീഡിയോ ഫോട്ടോ എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പെരുന്നായിക്കാണെങ്കിൽ മഴ പെയ്തിട്ടാ. ബ്രോനാണെങ്കിൽ ഇപ്പം മേടിച്ച കൂട്ടില്ലേ, അത് ഇടാൻ പറ്റിയ സന്തോഷത്തിലാണേ. തിരിച്ചു വരുമ്പോണെങ്കിൽ രാത്രിയായി. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പോകാന്ന് വെച്ച് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ടാ. ശരിയെന്നല്ലേ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.